പീസ് റേഡിയോ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി ഹഖ്ഖ ഹംദിഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹി വഅബ്ദിഹി അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് വഅൻഇം അലാ അബ്ദിക വനബിയിക വറസൂലിക മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ സുമ്മ അമ്മാ ബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, അന്നൂർ തഫ്സീർ ക്ലാസ്സുകളിൽ നമ്മൾ സൂറത്തുൽ ബഖറയിലെ 187 വചനത്തിൽ ഫൽആന ബാശിറൂഹുന്ന വബ്തഗൂ മാ കതബല്ലാഹു ലക്കും എന്ന ഭാഗമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ പഠിക്കുകയുണ്ടായത്. അതിൻ്റെ തുടർച്ചയിൽ വകുലു വശ്റബു ഹത്താ യതബയ്യന ലക്കുമുൽ ഖൈത്തുൽ അബ്യദു മിനൽ ഖൈത്തിൽ അസ്വദി മിനൽ ഫജ്ർ എന്ന ഭാഗമാണ് ഇന്ന് തുടർന്ന് നമ്മൾ പഠിക്കുന്നത്. വകുലു, നിങ്ങൾ ഭക്ഷിക്കുകയും ചെയ്യുക, വശ്റബു, നിങ്ങൾ പാനം ചെയ്യുകയും ചെയ്യുക, ഹത്താ യതബയ്യന ലക്കും, നിങ്ങൾക്ക് വ്യക്തമാകുന്നത് വരെ, അൽ ഖൈത്തുൽ അബ്യദു, വെളുത്ത ഖൈത്ത്, നൂൽ അല്ലെങ്കിൽ ഇഴ, മിനൽ ഖൈത്തിൽ അസ്വദ്, കറുത്ത നൂലിൽ നിന്ന് അല്ലെങ്കിൽ ഇഴയിൽ നിന്ന്. വെളുത്ത ഇഴ എന്ന് പറഞ്ഞാൽ മിനൽ ഫജർ, ഉദ്ദേശം ഫജറാണ്, അല്ലെങ്കിൽ ഫജറിൽ നിന്ന് ഇത് വ്യക്തമാകുന്നത് വരെ എന്നാണ്. നമുക്ക് ഈ ആയത്തിൻ്റെ ഓരോ പ്രയോഗങ്ങളും പഠിക്കാം, അതിലുള്ള മസ്അലകളും വിഷയങ്ങളും പഠിക്കുന്നതോടൊപ്പം. 2 വിഷയങ്ങൾ ഈ ആയത്തിൻ്റെ അവതീർണതയ്ക്ക് കാരണീഭവിച്ചിട്ടുണ്ട്. തഫ്സീറുകളിൽ കാണാം 2 നാസിലത്ത്, 2 സംഭവങ്ങൾ അരങ്ങേറിയിട്ടുണ്ട്. അത് ഒന്ന് ഉമറുമായി ബന്ധപ്പെട്ടത്, അതേപോലെ തന്നെ കഅബ് ഇബ്നു മാലിക് അൽ അൻസാരി റളിയല്ലാഹു അൻഹുമായി ബന്ധപ്പെട്ടത്. മറ്റൊന്ന് ഖൈസ് എന്നവരുമായി ബന്ധപ്പെട്ടത്. ചരിത്രം നമ്മൾ പഠിച്ചു പോയതാണ്. ഉമർ, കഅബ് എന്നിവരുമായി ബന്ധപ്പെട്ട് ഭാര്യമാരെ പ്രാപിക്കുന്ന വിഷയം നോമ്പിൻ്റെ രാവിൽ, അതാണ് ഏറ്റവും ഗൗരവപ്പെട്ട വിഷയം. പാടില്ല എന്ന് മനസ്സിലാക്കിയതിൽ തിന്നലുണ്ട്, കുടിക്കലുണ്ട്, ഭാര്യ ഭർത്തൃ സംസർഗം, അപ്പോൾ അതാണ് ഏറ്റവും ഗൗരവപ്പെട്ടത്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം ആ വിഷയം പറഞ്ഞത് ഫൽ ആന ബാശിറൂഹുൻ എന്ന്. നോമ്പിൻ്റെ രാവുകളിൽ ഭാര്യമാരെ സമീപിക്കൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ചു. ഖൈസ് റളിയല്ലാഹു അൻഹുവുമായി ബന്ധപ്പെട്ട വിഷയം, ഭാര്യയോട് ഭക്ഷണം ആവശ്യപ്പെട്ടതാണ്. അപ്പോൾ ഭാര്യ ഭക്ഷണം ചൂടാക്കി എടുക്കാൻ വേണ്ടി പോയ സമയം അദ്ദേഹം ഉറങ്ങിപ്പോയി. അങ്ങനെ ഭക്ഷണം കഴിക്കാൻ അദ്ദേഹത്തിന് അവസരം ഇല്ലാതെ വന്ന വിഷയം. ഈ 2 നാസിലത്ത് കാരണങ്ങളിൽ താരതമ്യേന ഗൗരവം കുറഞ്ഞ വിഷയം ഈ ഭക്ഷണപാനീയത്തിൻ്റെ വിഷയമാണ്. അതാണ് അത് പിന്നീട് പരാമൃഷ്ടമായത്. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വകുലു വശ്റബു, നിങ്ങൾ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുക, ഹത്താ യതബയ്യന ലക്കും അൽ ഖൈത്തുൽ അബ്യദു മിനൽ ഖൈത്തിൽ അസ്വദി മിനൽ ഫജ്ർ. ഹത്ത എന്ന് പറഞ്ഞാൽ ഹത്ത ലിൽ ഗായ എന്ന് പറയും, ഇല എന്ന അർത്ഥത്തിലേക്ക്. യതബയ്യന ലക്കും, നിങ്ങൾക്ക്, യതബയ്യൻ എന്ന് പറഞ്ഞാൽ യബ്ഹറു ബുഹൂറൻ ജലിയൻ, നന്നായി പ്രകടമാകുന്നത് വരെ, വ്യക്തമാകുന്നത് വരെ. എന്ത്? അൽ ഖൈത്തുൽ അബിയദ്. എന്താണ് ഈ അൽ ഖൈത്തുൽ അബിയദ്? അതാണ് പ്രകടമാകേണ്ടത്. ഏതിൽ നിന്ന്? മിനൽ ഖൈത്തിൽ അസ്വദ്, അൽ ഖൈത്തുൽ അസ്വദിൽ നിന്ന്. അപ്പോൾ എന്താണ് ഈ അൽ ഖൈത്തുൽ അസ്വദ്? അതിനിടയിൽ ഒരു മിന്ന് വന്നു. നമുക്കിവിടെ വേറൊരു മിന്നുണ്ട്, രണ്ടും പഠിക്കേണ്ടതാണ്. ഇവിടെ മിൻ ഇബ്തിദാഇൽ ഗായ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ അൽ ഖൈത്തുൽ അസ്വദിൽ നിന്ന് അൽ ഖൈത്തുൽ അബിയദ് വ്യക്തമാവുക എന്നുള്ളതാണ്. ഉദ്ദേശം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് വ്യക്തമാക്കി തന്നിട്ടുണ്ട്. അൽ ഖൈത്ത് എന്ന് പറഞ്ഞെങ്കിൽ നൂലിന് പറയും, ഇഴക്ക് പറയും. അൽ അബിയദ് വെളുപ്പ്, അൽ അസ്വദ് കറുപ്പ്. ഇതിൻ്റെ ഉദ്ദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വ്യക്തമാക്കിയത് ഹദീസുകളിൽ കാണാം. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ അദി ഇബ്നു ഹാത്തിം അത്തായി
റളിയല്ലാഹു തആല അൻഹു ഈ ആയത്തിറങ്ങിയപ്പോൾ, ഏതായത്തിറങ്ങിയപ്പോൾ, ഹത്താ യതബയ്യന ലക്കുമുൽ ഖൈത്തുൽ അബിയദു മിനൽ ഖൈത്തിൽ അസ്വദി മിനൽ ഫജ്ർ എന്ന ആയത്തിറങ്ങിയപ്പോൾ തിരുസവിധത്തിലേക്ക് വന്നു. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, യാ റസൂൽ അല്ലാഹ്, ഇന്നി അജ്അലു തഹ്ത വിസാദത്തി ഇഖാലൈനി, ഇഖാലൻ അബിയദ വ ഇഖാലൻ അസ്വദ ആരിഫുൽ ലൈല മിനൻ നഹാർ. തിരുദൂതരെ, ഞാൻ എൻ്റെ തലയിണക്ക് ചുവട്ടിൽ 2 ഇഖാലുകൾ വെക്കും. ഇഖാൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെടഞ്ഞുണ്ടാക്കിയ, പിരിച്ചുണ്ടാക്കിയ കയർ, കെട്ടാൻ ഉപയോഗിക്കുന്ന കയർ. ഇനി അജ്അലു തഹ്ത വിസാദത്തി ഇഖാലൈൻ, ഞാൻ എൻ്റെ തലയിണക്ക് ചുവട്ടിൽ 2 ഇഖാലുകൾ വെക്കും. ഒന്ന് ഇഖാലൻ അബിയദ, വെളുത്ത കയർ, വ ഇഖാലൻ അസ്വദ, കറുത്ത കയർ. എന്തിനാണ് വെക്കണത്? ആരിഫുൽ ലൈല മിനൻ നഹാർ, രാവിൽ നിന്ന് പകലിനെ തിരിച്ചറിയാൻ. എന്ന് പറഞ്ഞാൽ ഇരുട്ടിൽ രണ്ടും ഒരുപോലെ ആയിരിക്കും, തിരിച്ചറിയാൻ കഴിയില്ല. പകലുദിച്ച് ഫജറുദിച്ച് വെട്ടം പരന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ വെളുത്തതും കറുത്തതും തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ അത് നോക്കിയിട്ട് എനിക്ക് ഫജറായി, നോമ്പ് തുടങ്ങാൻ സമയമായി എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അതിനാണ് അദ്ദേഹം അങ്ങനെ ചെയ്യുന്നത്. കാരണം അൽ ഖൈത്തുൽ അബിയദ് എന്ന് പറഞ്ഞാൽ വെളുത്ത ഇഴ, നൂൽ. അതേപോലെ തന്നെ അൽ ഖൈത്തുൽ അസ്വദ് എന്ന് പറഞ്ഞെങ്കിൽ കറുത്ത നൂൽ, ഇഴ എന്നാണ്. അപ്പോൾ അദ്ദേഹം രാത്രി കഴിഞ്ഞ് പകൽ ഫജർ ഉദിച്ചാൽ അത് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു, അദ്ദേഹത്തിന് താല്പര്യം, സമയം അറിയാനുള്ള അദ്ദേഹത്തിന് ആ വ്യഗ്രത, അതിൽ അദ്ദേഹം ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയിച്ചു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു, ഇന്ന വിസാദതക ലഅരീദുൻ, തീർച്ചയായും താങ്കളുടെ തലയിണ വളരെ വീതിയുള്ളത് തന്നെ, വിശാലം തന്നെ എന്ന് പറഞ്ഞു എന്നാണ്. ഇന്നക ലഅരീദുൽ ഖഫ എന്ന് പറഞ്ഞു എന്നാണ്. താങ്കൾ ഖഫ എന്ന് പറഞ്ഞാൽ തലയുടെ ഈ പിറകു വശം, അത് വീതി കൂടിയ ആൾ തന്നെ എന്ന് പറഞ്ഞു എന്നാണ്. അത് വീതി കൂടിയ ആൾക്ക് വീതിയുള്ള തലയിണ വേണമല്ലോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് തമാശപൂർവ്വം പറഞ്ഞു എന്നാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നമാ ഹുവ സവാദുൽ ലൈലി വ ബയാദുൻ നഹാർ. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയോഗിച്ച അൽ ഖൈത്തുൽ അബിയദ്, വെളുത്ത ഇഴ, കയർ അല്ലെങ്കിൽ നൂൽ എന്ന് പറഞ്ഞാൽ അത് ബയാദുൻ നഹാർ, പകലിൻ്റെ വെട്ടമാണ്, പകലിൻ്റെ വെളിച്ചമാണ്. അൽ ഖൈത്തുൽ അസ്വദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സവാദുൽ ലൈൽ, രാവിൻ്റെ ഇരുട്ടാണ്, കാളിമയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെളുത്ത നൂൽ ഇഴ എന്നോ കറുത്ത നൂൽ ഇഴ എന്നോ അല്ല. പിന്നെയോ അള്ളാഹു ഉദ്ദേശിക്കുന്നത് സവാദുൽ ലൈലും ബയാദുൻ നഹാറുമാണ്. ഇന്നമാഹു, അത് മാത്രമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു എന്നാണ്. എന്തിനാണ് അദ്ദേഹത്തോട് ഇന്ന വിസാദതക ലഅരീദു എന്ന് പറഞ്ഞത്, താങ്കളുടെ തലയിണ വിശാലം തന്നെ എന്ന് പറഞ്ഞത്? അല്ലെങ്കിൽ താങ്കൾ ലഅരീദുൽ ഖഫ, തല വലിപ്പം വിശാലമുള്ള തലയുള്ള ആളാണ്, അതുകൊണ്ട് താങ്കൾക്ക് വിശാലമായ തലയിണ വേണം എന്നെന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്? ഇവിടെ ഉദ്ദേശം പകലിൻ്റെ വെട്ടവും രാവിൻ്റെ ഇരുട്ടുമാണ് എങ്കിൽ അതാണ് താങ്കളുടെ തലയിണയുടെ ചുവട്ടിൽ വെക്കുന്നത് എങ്കിൽ അതിന് വലിയ തലയിണ വേണം. കാരണം ഒരു പകൽ, അതുപോലെ ഒരു രാവ്, ഇതിനെ കൊണ്ടുവന്ന് വെക്കണം എന്നുണ്ടെങ്കിൽ ചെറിയ തലയിണ പോരാ, വലിയ തലയിണ വേണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് തമാശിച്ച് പറഞ്ഞു എന്നാണ്. അതാണ് അവിടെ ഇന്ന വിസാദതക ലഅരീദുൻ, ഇന്നക ലഅരീദുൽ ഖഫ എന്ന് പറഞ്ഞു എന്നതിൻ്റെയൊക്കെ ഉദ്ദേശം. ഏതായാലും നമ്മുടെ വിഷയം ഹത്താ യതബയ്യന ലക്കും, നിങ്ങൾക്ക് നന്നായി വ്യക്തമാകുന്നത് വരെ, പ്രകടമാകുന്നത് വരെ, അൽ ഖൈത്തുൽ അബിയദു, പകലിൻ്റെ വെട്ടം, മിനൽ ഖൈത്തിൽ അസ്വദി, രാവിൻ്റെ ഇരുട്ടിൽ നിന്ന്, മിനൽ ഫജർ, ഫജറിൽ നിന്നുള്ള, എന്നാൽ ഫജറിൻ്റെ തുടക്കത്തിൽ നിന്നുള്ള, ഫജറായി അതിൻ്റെ തുടക്ക സമയം, അതാണ് മിൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ബഈദിന് എന്ന് പറഞ്ഞവർ അതിന് പറഞ്ഞ അതിൻ്റെ ഉദ്ദേശം. എന്നാൽ ഇവിടെ മിൻ എന്നുള്ളത് ബയാനിയയാണ്. എന്ന് പറഞ്ഞാൽ അൽ ഫജ്ർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ അൽ ഖൈത്തുൽ അബിയദ്,
എന്നാണ്. ഹത്താ യതബയ്യന ലക്കുമുൽ ഖൈത്തുൽ അബിയദ്, ഖൈത്തുൽ അബിയദ് നിങ്ങൾക്ക് വ്യക്തമാകുന്നത് വരെ. അഥവാ മിനൽ ഫജ്ർ എന്ന് പറഞ്ഞാൽ അൽ ഖൈത്തുൽ അബിയദ് കൊണ്ട് ഉദ്ദേശം ഫജ്ർ, ഫജ്ർ നിങ്ങൾക്ക് വ്യക്തമാകുന്നത് വരെ. അപ്പോൾ അൽ ഖൈത്തുൽ അബിയദിൻ്റെ ബയാൻ വ്യക്തതയാണ് ഇവിടെ അൽ ഫജ്ർ എന്നുള്ളത്. എന്നാൽ ഇവിടെ അൽ ഖൈത്തുൽ അസ്വദ് എന്നതിനെ ഇങ്ങനെ വ്യക്തമാക്കിയില്ല. അൽ ഖൈത്തുൽ അബിയദ് എന്നത് മിനൽ ഫജ്ർ, ഫജ്ർ ആകുന്നു. അൽ ഖൈത്തുൽ അസ്വദ് നമ്മൾ പറഞ്ഞത് എന്താണ്? സവാദുല്ലയിൽ, രാവിൻ്റെ ഇരുട്ടാണ്. അപ്പോൾ അവിടെ മിനൽ ലൈൽ, അൽ ഖൈത്തുൽ അസ്വദ് അത് ലൈലാണ്, രാത്രിയാണ് എന്ന് പറഞ്ഞില്ല. അത് അറബി ഭാഷയുടെ ഒരു സൗന്ദര്യമാണ്. അൽ ഖൈത്തുൽ അബിയദു അതുകൊണ്ട് ഉദ്ദേശം അൽ ഫജ്ർ എന്ന് പറഞ്ഞാൽ, പിന്നെ അൽ ഖൈത്തുൽ അസ്വദ് അത് രാവാണെന്ന് പറയേണ്ടതില്ല, പറയാതെ തന്നെ അത് വ്യക്തമാണ്. അതുകൊണ്ടാണ് ഇവിടെ അൽ ഖൈത്തുൽ അസ്വദ് എന്നതിന് ബയാൻ, രാവാണെന്നുള്ള വിവരണം പരാമർശം ആവാതിരുന്നത് എന്നുള്ളതാണ്. ഏതായാലും ഇവിടെ ഈ ആയത്തിൽ വകുലു വഷ്റബു ഹത്താ യതബയ്യന ലക്കുമുൽ ഖൈത്തുൽ അബിയദു മിനൽ ഖൈത്തിൽ അസ്വദി മിനൽ ഫജ്ർ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല അനുവദനീയമാക്കി, ഇളവനുവദിച്ച് ഭക്ഷിക്കാനും പാനം ചെയ്യാനും പറഞ്ഞു. അതിനു മുമ്പ് ഫൽ ആന ബാഷിറൂഹുൻ, മുബാശറ ഭാര്യമാരെ പ്രാപിക്കാനും അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. അത് ഏതുവരേക്കും? ഹത്ത യതബയ്യന ലക്കും, ഇലാ അൻ യതബയ്യന ലക്കും, നിങ്ങൾക്ക് വ്യക്തമാകുന്നത് വരേക്കും. അൽ ഖൈത്തുൽ അബിയദു മിനൽ ഖൈത്തിൽ അസ്വദി മിനൽ ഫജ്ർ. ഇവിടെ അൽ ഫജ്ർ എന്താണ് ഉദ്ദേശം? ഫജ്ർ രണ്ടുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അൽ ഫജ്റു ഫജ്റാനി, ഫജ്ർ രണ്ട് ഫജ്റുകളാണ്. ഫജറ എന്ന പദം അറിയിക്കുന്നത് പിളർത്തുക എന്നുള്ളതാണ്. പുലർച്ചയിൽ ചക്രവാളം ഇരുണ്ട് കറുത്ത് കാളിമയിലായിരിക്കും. ആ കറുപ്പിനെ പിളർത്തിയാണ് പകലിൻ്റെ വെട്ടം വരുന്നത്. അപ്പോൾ കറുപ്പിനെ, ഇരുട്ടിൻ്റെ കാളിമയെ പിളർത്തി ആ സമയം വെട്ടം വരുന്നത് കാരണത്താലാണ് ഫജ്ർ എന്ന് പറയപ്പെട്ടത്. പക്ഷേ ഈ ഫജ്ർ രണ്ടുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അൽ ഫജ്റു ഫജ്റാൻ. എന്നിട്ട് ഒരു ഫജ്റിനെ കുറിച്ച് പറഞ്ഞു, ഫജ്റുൻ തഹ്റുമു ഫീഹി സ്വലാ, അതിൽ നിസ്കാരം, സുബഹി നിസ്കാരം അത് ഹറാമാകുന്നു. വയഹില്ലു ഫീഹി തആം, അതിൽ തആം ഹലാലാകുന്നു. എന്താ പറഞ്ഞത്? രണ്ട് ഫജ്റുണ്ട്, അതിൽ ഒരു ഫജ്ർ, അതിൽ ഫജ്ർ നിസ്കാരം, സുബഹി നിസ്കാരം ഹറാമാണ്. കാരണം എന്താ? സുബഹി നിസ്കാരത്തിന് ഫജ്ർ ആയിട്ടുണ്ട്, ഈ ഫജ്ർ ആയിട്ടുണ്ട്, പക്ഷേ നിസ്കരിക്കാനുള്ള ഫജ്ർ ആയിട്ടില്ല, ടൈമായിട്ടില്ല. അപ്പോൾ സുബഹി നിസ്കാരം ആ സമയത്ത് ഹറാമാണ്. വഫജ്റുൻ പിന്നെ വയഹില്ലു ഫിഹി താം, താം അതിൽ അനുവദനീയമാണ്. എന്ന് പറഞ്ഞാൽ നോമ്പുകാരൻ, നോമ്പെടുക്കുന്നവർക്ക് ഈ ഫജ്റായി എന്നതിലേക്ക് നോമ്പ് തുടങ്ങാൻ സമയമായിട്ടില്ല, ഭക്ഷണം വിളങ്ങാൻ സമയമായിട്ടില്ല. ഫജ്റായിട്ടുണ്ട്, പക്ഷേ ഭക്ഷണം ഈ ഫജ്റിൽ അനുവദനീയമാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഭക്ഷണം ഹലാലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തുടർന്ന് പറഞ്ഞു, വ ഫജ്റുൻ യഹ്റുമു ഫീഹി തആം വ തഹില്ലു ഫീഹി സ്വലാഹ്. ഇനി രണ്ടാമതൊരു ഫജ്റുണ്ട്. ആ ഫജ്ർ അവിടെ യഹ്റുമു ഫീഹി തആം, താം ഹറാമാണ്, ഭക്ഷണം ഹറാമാണ്. എന്ന് പറഞ്ഞാൽ നോമ്പെടുക്കുന്നവർക്ക് ഈ ഫജ്ർ മുതൽ, രണ്ടാമത് പറയപ്പെട്ട ഈ ഫജ്ർ മുതൽ ഇനി ഭക്ഷണം ഹറാമാണ്. വതഹില്ലു ഫീഹി സ്വലാഹ്, നിസ്കാരം അനുവദനീയമാകും, നിസ്കാരം അനുവദനീയമാകും. ഇങ്ങനെ രണ്ട് ഫജ്ർ ഉണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഫഅമ്മൽ ഫജ്റുല്ലദി യകൂനു കദനബി സിർഹാൻ വഹുവൽ കാദിബു യദ്ഹബു തൂലൻ വല യദ്ഹബു അർദൻ. വിശദീകരിക്കണം. അമ്മൽ ഫജ്റുല്ലദി,
യക്കൂനു കദനബി സിർഹാൻ, ചെന്നായയുടെ വാല് പോലുള്ള ഫജർ. വഹു അൽ കാദിബ്, ഈ ഫജർ, ഒന്നാമത്തെ ഫജർ ഉണ്ടല്ല, ഇതാണ് അൽ ഫജറുൽ കാദിബ് എന്ന് പറയും. അതിനെ കാദിബ് എന്ന് പറഞ്ഞാൽ വ്യാജം, കളവ്, കള്ള ഫജർ. ഈ ഫജറാണ് അൽ കാദിബ്. അത് യദ്ഹബ് തൂലൻ വല യദ്ഹബ് അർദൻ, അത് കിഴക്കൻ ചക്രവാളത്തിൽ ആ ഫജറുണ്ടല്ലോ, ആ വെട്ടം, പ്രകാശം, ഇരുട്ടിനെ പിളർത്തുന്ന ആ വെട്ടം, അത് യദ്ഹബ് തൂലൻ, നീളത്തിൽ പോകും, വല യദ്ഹബ് അർദൻ, അത് വീതിയിൽ പോകില്ല. എന്ന് പറഞ്ഞാൽ ഫജറിൻ്റെ ഉദയം നടക്കുമ്പോൾ തുടക്കത്തിൽ കിഴക്കൻ ചക്രവാളത്തിൽ നീളത്തിലായിരിക്കും ആ വെട്ടം പോവുക, നീളത്തിൽ. അതാണ് ചെന്നായുടെ വാല് പോലെ നീളത്തിൽ എന്ന് പറഞ്ഞത്. അത് നീളത്തിൽ അവിടെ പോയാലും അത് നോക്കുന്നവൻ്റെയും ആ ഫജറിൻ്റെയും ഇടയിൽ ഇരുട്ടുണ്ടാവും. കാരണം എന്താ, ആ വെട്ടം നീളത്തിലേ പോയിട്ടുള്ളൂ, ഇങ്ങനെ പരന്നിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇരുട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ കിഴക്കിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ എന്തുണ്ട്, ഫജറുണ്ട്, വെട്ടുണ്ട്. പക്ഷേ അതിൻ്റെയും നമ്മുടെയും ഇടയിൽ പിന്നെയും ഇരുട്ടാണ്. കാരണം എന്താ, ആ വെട്ടം പരന്നിട്ടില്ല. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് അൽ ഫജറുൽ കാദിബ്. ഈ ഫജർ ഉണ്ടായാൽ, വെട്ടമുണ്ടായാൽ നിസ്കാരം ഹറാമാണ്, സുബഹി നിസ്കാരം. കാരണം സുബഹി നിസ്കാരത്തിന് സമയമായിട്ടില്ല. നോമ്പ് വിൽക്കുന്നവർക്ക് ഭക്ഷണം കഴിക്കൽ അനുവദനീയമാണ്. പല പണ്ഡിതന്മാരും, ഇമാം ഇബ്നു ഖുസൈമയെ പോലുള്ളതായ പണ്ഡിതന്മാർ പറഞ്ഞു, ഈ ഹദീസ് ഇബ്നു അബ്ബാസിൽ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം ഹാക്കിം മുസ്തദ്റക്കിൽ, ഇമാം ദാറഖുത്നി ഒക്കെ നിവേദനം ചെയ്താണ്. നിസ്കാരം സമയമാകുന്നതിന് മുമ്പ് അനുവദനീയമല്ല എന്നുള്ളതിന് തെളിവാണ് ഈ ഹദീസ്. ഏതൊരു നിസ്കാരം ഉണ്ടല്ലോ, 5 വക്ത് നിസ്കാരം, സുബഹി, ബുഹുർ, അസർ, മഗ്രിബ്, ഇശ, അതിൻ്റെ ടൈം ആവുന്നതിന് മുമ്പ് നിസ്കാരം അനുവദനീയമല്ല. അതിന് തെളിവാണ് ഈ ഹദീസ്. പല തെളിവുകളിൽ ഒരു തെളിവ്. കാരണം എന്താണ്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഈ ഫജറിൽ തഹറുമു ഫീഹി സലാ, നിസ്കാരം, സുബഹി നിസ്കാരം ഹറാമാകും എന്ന്. അപ്പോൾ അൽ ഫജറുൽ കാദിബ്, അൽ ഫജറുൽ അവൽ എന്ന് പറയും, ഒന്നാം ഫജർ, കാദിബായ ഫജർ. അത് രാവിൻ്റെ ഒരു ഭാഗമാണെന്നുള്ളത് മനസ്സിലാക്കാം. അത് രാവിൻ്റെ ഒരു ഭാഗമാണ്. അതുകൊണ്ടാണ് അവിടെ നോമ്പ് വെൽക്കുന്നവർക്ക് ഭക്ഷണം, അള്ളാഹു പറഞ്ഞില്ലേ, ഭക്ഷണം കഴിച്ചോളി, പാനം ചെയ്തോളി എന്ന് പറഞ്ഞില്ലേ, അത് അനുവദനീയമാവുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് യഹില്ലു ഫീഹി അത്അം, ഭക്ഷണം കഴിക്കൽ അനുവദനീയമാണ്. അതാർക്ക്, നോമ്പ് ഉദ്ദേശിക്കുന്നവർക്ക്. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇനി രണ്ടാമത്തെ ഫജറിനെ കുറിച്ച് പറയാണ്. അതെന്താ, വൽ ഫജ്റുൽ ആഖർ, മറ്റേ ഫജർ, രണ്ടാമത്തെ ഫജർ, അത് യദ്ഹബു അർദൻ ഫിൽ ഉഫുഖ്, അത് ചക്രവാളത്തിൽ, അത് വീതിയിൽ പോകും. വല യദ്ഹബു തൂലൻ, അത് നീളത്തിൽ പോകില്ല. എന്ന് പറഞ്ഞാൽ ആ ഫജർ വന്നാൽ, വെട്ടം വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ആ വെട്ടം അവിടേക്ക്, ഫജറിൽ ഉദിച്ച സ്ഥലത്തേക്ക്, ചക്രവാളത്തിലേക്ക് നോക്കുന്നവരുടെയും ആ സ്ഥാനത്തിൻ്റെയും ഇടയിൽ വെട്ടം, വെളിച്ചം പരന്നിരിക്കും. ഫൈനഹു യുഹല്ലു സ്വലാ വ യുഹർരിമു തആം, ആ ഫജറാണ് നിസ്കാരത്തെ അനുവദിക്കുന്നത്, നോമ്പ് നോൽക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഭക്ഷണം ഹറാമാക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു എന്നാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നത്. അപ്പോൾ ഇവിടെ ഹത്താ യതബയ്യന ലക്കുമുൽ ഖൈത്തുൽ അബിയദു മിനൽ ഖൈത്തിൽ അസ്വദി മിനൽ ഫജ്ർ എന്ന് പറഞ്ഞു. അവിടെ ഫജ്റിൽ നിന്ന് അൽ ഖൈത്തുൽ അബിയദ്, പകലിൻ്റെ വെട്ടം, മിനൽ ഖൈത്തിൽ അസ്വദ്, രാവിൻ്റെ ഇരുട്ടിൽ നിന്ന് പ്രകടമാകുന്നത് വരെ, വ്യക്തമാകുന്നത് വരെ എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു. ആ ഫജ്ർ ഏതാണ്? ആ ഫജ്ർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 2 നിലക്കുണ്ട്. ഒന്ന് അൽ ഫജറുൽ അവൽ, മറ്റൊന്ന് അൽ ഫജറുൽ സാനി, അല്ലെങ്കിൽ അൽ ഫജറുൽ അവലിനെ അൽ ഫജറുൽ കാദിബ് എന്ന് പറയും, വ്യാജമായ ഫജർ. കാരണം എന്താ, അത് കണ്ട് ചിലപ്പോൾ ആളുകൾ എന്ത് ചെയ്യും, തെറ്റിദ്ധരിക്കും ഫജറായി. ചിലർ നിസ്കരിക്കും, ചിലർ നോമ്പ് തുടങ്ങും, യഥാർത്ഥത്തിൽ ഫജറായിട്ടുണ്ടാവില്ല. രണ്ടാമത്തെ ഫജർ, അതാണ് അൽ ഫജറു സാനി, അല്ലെങ്കിൽ അൽ ഫജറു സാദിഖ്, സത്യമായുള്ള ഫജർ. കാരണം അതാണ് നിസ്കാരത്തെ അനുവദിക്കുന്നത്. നോമ്പുകാരന് ഭക്ഷണം
വിളങ്ങാൻ കാരണീഭവിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ വിഷയം. ഈ ഒരു ഭാഗം കുറേ മസ്അലകൾ ഉൾക്കൊള്ളുന്ന ഒരു ഭാഗമാണ്. ഇനി ഇതിൻ്റെ തുടർച്ചയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, സുമ്മ അതിമ്മുസ്സിയാമ ഇലല്ലൈൽ. കർമ്മശാസ്ത്രപരമായ കുറേ മസ്അലകൾ അള്ളാഹുവിൽ നിന്നുള്ള ഈ പ്രയോഗങ്ങൾ ഉണർത്തുന്നുണ്ട്. അത് പഠിക്കൽ അനിവാര്യവുമാണ്. ഏറ്റവും സുപ്രധാനമായിട്ടുള്ളൊരു മസ്അല ജവാസുൽ അക്ലി വശുർബി വൽ ജിമാ ഫി ലയാലി സിയാം ഹത്താ യതബയ്യന അൽ ഫജ്ർ. ഫജ്ർ വ്യക്തമാകുന്നത് വരെ ഭക്ഷിക്കലും പാനം ചെയ്യലും ഭാര്യമാരെ സമീപിക്കലും അനുവദനീയമാകുന്നു. ഈ തബയ്യുൻ അത് വ്യക്തതയാണ് അറിയിക്കുന്നത്, സ്പഷ്ടതയാണ് അറിയിക്കുന്നത്. ബാന, അബാന, ഇസ്തബാന, തബയ്യന, പല ക്രിയകൾ ഒരേ ധാതുവിൽ നിന്ന് വിൽപ്പന്നമായി വന്നിട്ടുണ്ട്. വ്യക്തമാകുക, വ്യക്തമാക്കുക എന്നൊക്കെ അർത്ഥം സകർമ്മക ക്രിയയായിട്ടും അകർമ്മക ക്രിയയായിട്ടും വന്ന നിലക്ക് സഹൂർ ഇടയത്താൻ കഴിക്കുക എന്നത് പ്രതിഫലാർഹവും പുണ്യവും അനുഗ്രഹീതവുമാണ് എന്നത് ഈ ആയത്തിൽ നിന്ന് പണ്ഡിതന്മാർ ഗവേഷണം നടത്തി മനനം ചെയ്തെടുത്തു. എങ്ങനെ? അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പിൻ്റെ രാവിൽ ഭാര്യമാരോടടുക്കാൻ, ഭക്ഷണം കഴിക്കാൻ, പാനം ചെയ്യാൻ ഇളവ് അനുവദിച്ചത് വിധിവിലക്കുകൾ ബാധകമായ ഒരു അടിമക്ക് റിഫ്ഖ് ഉദ്ദേശിച്ചാണ്. എന്ന് പറഞ്ഞാൽ ആ ദാസനോടുള്ള അള്ളാഹുവിൻ്റെ കനിവാണ്, ആർദ്രതയും അലിവുമാണ് ഈ ഒരു ഇളവ്. പകൽ ഫജറിൽ തുടങ്ങി സൂര്യൻ അസ്തമിക്കുന്നത് വരെ ഭക്ഷണപാനീയങ്ങൾ നോമ്പുകാരന് പാടുള്ളതല്ല. പകൽ മുഴുവൻ വിശപ്പ് സഹിക്കണം, ദാഹം സഹിക്കണം. അപ്പോൾ അള്ളാഹു ഈ ദാസനോടുള്ള കനിവിലാണ് ഭക്ഷണപാനീയങ്ങൾ അനുവദിച്ചത് എങ്കിൽ അള്ളാഹു അനുവദിച്ചതിനെ ഫജറിൻ്റെ ഉദയത്തോടടുപ്പിക്കൽ, അള്ളാഹു ഉദ്ദേശിച്ച ഈ അലിവ്, ദാസനോടുള്ള കനിവ്, അതവന് ഏറ്റവും അവൻ സുഹൂറ് കഴിക്കുമ്പോഴാണ് നേടാനാവുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു ദാസന് കനിവ് ഉദ്ദേശിക്കുന്നു, കരുണ ഉദ്ദേശിക്കുന്നു, അലിവ് ഉദ്ദേശിക്കുന്നു. രാവ് പിന്നിട്ട് ഫജറിനോടടുക്കുമ്പോൾ സഹൂർ കഴിച്ചാൽ അള്ളാഹു ഉദ്ദേശിച്ച ആ അലിവും കനിവും ദാസന് കൂടുതൽ ലഭ്യമാകുന്നു എന്നുള്ളതാണ്. തഖീറുൽ സഹൂർ, സഹൂർ കഴിക്കൽ, പിന്തിപ്പിക്കൽ, അത് ഉത്തമമാണ്. നബിമാരുടെ ചര്യയാണ്, സ്വഭാവമാണ് എന്നൊക്കെ ചില അസറുകളിൽ കാണാം. തസഹറു ഫൈന ഫി സഹൂരി ബറക്കത്തുൻ, നിങ്ങൾ സഹൂർ കഴിക്കണം, സഹൂറിൽ ബർക്കത്തുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഈ സഹൂർ സഹറിലെ ഭക്ഷണമാണ്. സഹർ എന്ന് പറഞ്ഞാൽ രാത്രി പിന്നിട്ട് ഫജറിനോടടുത്തുള്ള ടൈമാണ്. അപ്പോൾ ഈ സഹൂറിലുള്ള ഭക്ഷണം അത് അനുഗ്രഹീത ഭക്ഷണമാണ്. രാത്രി ഭക്ഷണം കഴിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചു. ആ ഭക്ഷണം കഴിക്കൽ രാവ് മുഴുവൻ അനുവദനീയമാണ്. പക്ഷേ അത് സഹൂറിലേക്ക്, ഫജറിന് തൊട്ടു മുമ്പുള്ള സമയത്തേക്ക് പിന്തിപ്പിക്കൽ പ്രതിഫലാർഹമാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു. അതിൽ ബർക്കത്തുണ്ട് എന്ന് പറഞ്ഞു. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചു, നിങ്ങൾ തസഹറു, ഇടയത്താഴം കഴിക്കണം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ കൽപ്പന പിൻപറ്റുന്നതിലുള്ള ബർക്കത്ത്, പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നോമ്പെടുത്ത് വഴിപ്പെടാനുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ അള്ളാഹ്ക്ക് വഴിപ്പെടാൻ ഏറ്റവും സഹായകമാകും ഒരാൾ ഇടയത്താഴം കഴിച്ച് നോമ്പ് തുടങ്ങിയാൽ. അപ്പോൾ ആ നിലക്കൊരു ബർക്കത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുധാവനം ചെയ്യുന്ന ബർക്കത്ത്. അതേപോലെ നമ്മുടെ നോമ്പും വേദക്കാരുടെ നോമ്പും തമ്മിലുള്ള വ്യത്യാസം ഈ സഹൂർ കഴിക്കുന്നതിലാണ്. അവർക്കതില്ലായിരുന്നു. അപ്പോൾ രണ്ട് നോമ്പുകൾക്കിടയിലും വ്യത്യാസമായി നിശ്ചയിച്ച ഈ ഇടയത്താഴം കഴിക്കുന്നതിൽ, അതിനളവ് നിശ്ചയിച്ചത്, അത് നമ്മൾ സ്വീകരിക്കുന്നതിലുള്ള ബർക്കത്ത്. കാരക്ക കൊണ്ട് അത്താഴം കഴിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. നിഅമ സഹൂരിൽ മുഅ്മിൻ അത്തമർ, ഒരു വിശ്വാസിയുടെ അത്താഴം അത് കാരക്ക എത്ര ഉത്തമം എന്ന് പറഞ്ഞു. ധാരാളം അനുഗ്രഹങ്ങൾ ആർജിക്കുവാൻ ഒരു
തിരിച്ചര്യയാണ് സഹൂർ കഴിക്കൽ, ഇടയത്തായം കഴിക്കൽ എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ ഈ വകുലു വഷ്റബു ഹത്താ യതബയ്യന ലക്കുമുൽ ഖൈത്തുൽ അബിയദു മിനൽ ഖൈത്തിൽ അസ്വദി മിനൽ ഫജ്ർ എന്നിടത്ത് നിങ്ങൾ ഭക്ഷിക്കൂ എന്ന് പറഞ്ഞതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് സഹൂർ, അത്തായം കഴിക്കുന്ന വിഷയം. ഇത് പണ്ഡിതന്മാർ പ്രത്യേകം ഇവിടെ ഉണർത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ ആയത്തുമായി ബന്ധപ്പെട്ട ചില മസാലകളും ആയത്തിൻ്റെ ബാക്കി ഭാഗവും നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബിഇദ്നില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.